ഇപ്പൊ നമ്മള് കൂട്ടിലിട്ട തത്തേനെ കുറിച്ച് പറയുമ്പോ എല്ലാരും വിചാരിക്കും ഇവിടെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്, പക്ഷെ ലിറിക്സ് ഭയങ്കര കണക്റ്റഡാ. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട തത്ത, മൂടിന്നു ട്രിപ്പിന് പോകാത്തിബിന് ബത്തൂത്ത. പാട്ടിനകത്ത് ബീറ്റ് എനിക്ക് ആക്ച്വലി പറ്റി. ഞാൻ എല്ലായിടത്തും കാണിക്കാറില്ല. ഒരു വെറൈറ്റി സാധനം. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുള്ളികളെ ഒരു കഥ പറയാം, ഈ പുൽപ്പാങ്കുഴൽ കഥ പറയാം. മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ബീറ്റ് ബോക്സ് പിന്നെ മനസ്സിൽ തെളിച്ചമ ശിരസിൽ വീക്ഷണം വിലസര ദൃഷ്ടികൾ നഭസിൽ ആഗ്രഹം കലശല ശൈലിയിൽ അലസര രക്തമുള്ള പഞ്ചായത്ത് മിന്നലിന്റെ ദേവം വിജയക്കൊടി നാട്ടുക നക്ഷത്രം മരി വാർത്തകിൽ പിടിച്ചുറ്റിക സംഗീത ലഹരി തരുന്നു നേട്ട പട്ടിക പടപ്പടി ചാലക മതിൽ കിട്ടു കട്ടിവാ ആ കൂടത്തുള്ളു. പേജോടിപ്പം വേറൊരു ആ ടൈമിൽ തന്നെ കുറച്ചുകൂടി ട്രെൻഡിങ് ആയി നിന്നത് ഈ പറഞ്ഞ കറിവേപ്പില സോങ്. അത് ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നതാണ്. അത് ഞാനൊരു കൂട്ടുകാരന്റെ ജീവിതത്തിൽ കട്ടി പഞ്ചസാര ഇല്ല ചായ മട്ടടിഞ്ഞോ, നിന്നെ കറിവേപ്പിലയാക്കിയോ, ഇഷ്ടം കൂടിയോരു നിന്നെ വിട്ടു പിരിഞ്ഞെന്നോ, നിന്നെ കറിവേപ്പിലയാക്കിയോ, നിന്നെ കറിവേപ്പിലയാക്കി. ഫെജോ ഓൾറെഡി മാരീഡ് ആണ്. അതെ, ഇപ്പൊ കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. പിന്നെ ഞാൻ ഫെജോ, വൈഫിന്റെ ഒരു ജോഫി. അവിടെയും പ്രാസം. എല്ലാവരും ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. ലൈവായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് കാണാനാണ് ആഗ്രഹം. ആരെ കുറിച്ചാണ് ഞങ്ങൾ റാപ്പ് ചെയ്യേണ്ടത്? എന്നെ കുറിച്ച്. പേര് മസ്താനി, ആങ്കറിങ് ബെസ്റ്റാമി, വിചാരിക്കണത് എന്ത് കഷ്ടാണ്. നിങ്ങൾക്ക് തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ റാപ്പേഴ്സ് ആരൊക്കെയാണ്? എല്ലാ ആർട്ടിസ്റ്റുകളും യൂണീക്കാ. എന്റെ സോങ് പോലെ അല്ല ഡാപ്സിയുടെ, അതല്ല തിരുമാലിയുടെ, അങ്ങനത്തെ എൻ്റെ വ്യത്യാസമാണ് വേടണ്ട. എന്നാൽ ഈ ഫ്ലേവർ അല്ല ബേബി ജീന്റെ. ഇപ്പൊ ഡാപ്സിനെ പോലെ കുറെ റാപ്പേഴ്സ് വന്നെന്ന് വെച്ചാൽ നമുക്ക് കാര്യമില്ല. കാരണം ഡാപ്സിൽ നിന്ന് കിട്ടുന്നത് തന്നെ മറ്റു റാപ്പേഴ്സ് കിട്ടിയിട്ട് കാര്യമില്ല, ഓഡിയൻസിനൊന്നുമില്ല. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നാൾക്ക് ശേഷമായിരിക്കും ഇവരുടെ ഒരു ഇൻ്റർവ്യൂ വരുന്നത്. വളരെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള 2 അടിപൊളി ആൾക്കാരാണ്. ഓൾറെഡി നിങ്ങൾ ഹൈലൈറ്റ് കണ്ട് മനസ്സിലായിട്ടുണ്ടാവും ആരാണെന്ന്. സോ ലെറ്റ് മീ വെൽക്കം ഫെജോ ആൻഡ് ആദർശ്. ആ ഒരു സാധനം വന്നില്ലല്ലോ. ഞാനേ ഇപ്പം പണ്ട് ഈ കുറെ മുന്നേ മറ്റേ കൂട്ടിലിട്ട തത്ത ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു അതിനിപ്പോഴും കുറെ ഫാൻ ബേസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സാധനമാണ് ഞാൻ ഒന്ന് കുറെ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതില് ഇങ്ങനെ ഒരു ഇൻട്രോ ഉണ്ടല്ലോ, അതിപ്പോഴും ആൾക്കാർ മറക്കില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് സാധനമായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ ചെയ്യട്ടെ, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ വായിക്കാം. വീഡിയോ തുടങ്ങുമ്പോൾ സ്വപ്നവും ലക്ഷ്യവും അങ്ങ് മേലെ നിൽക്കുകയാണ്, കൈപ്പേറിയ യാഥാർത്ഥ്യവും അനുഭവങ്ങളുമായി ഞാനിങ്ങ് കീഴയും, ആഗ്രഹിച്ചത് കയ്യെത്തി പിടിക്കാനാവാതെ പെട്ടിരിക്കുക ബ്രോ. ഏകദേശം കൂട്ടിലിട്ട തത്തയുടെ അതേ അവസ്ഥ. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പൊ നമ്മള് കൂട് തുറന്ന് പറന്ന് ആകാശങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര ദൂരം സഞ്ചരിച്ചു? എനിക്ക് കുറച്ചധികം ദൂരം സഞ്ചരിച്ചല്ലേ. കാരണം ആ സോങ് ചെയ്യുമ്പോ ഉള്ള എന്നോട് ഇപ്പോഴത്തെ എന്നെ കാണിച്ചു കൊടുത്ത ബോധം കെട്ട് വീഴും. കാരണം എന്താന്ന് വെച്ചാ എന്റെ റിയാലിറ്റി ഇത്രയും നല്ലൊരു ബെറ്റർ ആകുമെന്നുള്ളത് ഞാൻ അന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ അന്ന് വേദനകൾ പങ്കുവെക്കാനാണ് പാട്ട് ഉപയോഗിച്ചത്. ഇപ്പോഴും പാട്ട് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആ വേദന റിലേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരൊപ്പം കൂടിയപ്പോ എന്റെ വേദനകൾക്ക് ഒരു സുഖം തോന്നി. പിന്നെ ആ സുഖങ്ങളെ കുറിച്ചായി പാട്ടിൽ. അതായത് ഇൻസ്റ്റ ബയോ കൊടുത്തിട്ടുണ്ട്. അതാണ് വിക്കിപീഡിയ എന്നെ കുറിച്ച് പറയും, എന്റെ കഥകൾ എന്റെ പാട്ടിലൂടെ അറിയും. കൂട്ടിലിടുന്നത് എനിക്ക് ഭയങ്കര കണക്റ്റഡാ. എല്ലാവർക്കും കണക്റ്റഡ്. നമ്മള് ഷോസ് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു 2ാമത്തെ സോങ് അതല്ലേ ഇപ്പോഴത്തെ. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് കൊട്ടാരക്കരയിൽ ഷോ ചെയ്തപ്പോ അത് ആക്ച്വലി ഒരു 7th 8th സ്റ്റാൻഡേർഡ് ആക്കിയാണ് അവിടുത്തെ മെയിൻ ഓഡിയൻസ്. അപ്പൊ അവരും കൂടുതലത്ത പാടും. അപ്പൊ ഇത്ര കൊല്ലം മുന്നേ ഉള്ള സോങ് ഇപ്പഴത്തെ ജനറേഷനും അത് കണക്ട് ആവുന്നു എന്നുള്ളത് ആ ഒരു സോങ്ങിന്റെ കൂടി വിജയമായിരിക്കും. ആദർശ് കേരളാസ് എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത്.
ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ബീറ്റ് ബോക്സർ. ഇപ്പൊ കുറെ പേര് ആ പാത പിന്തുടർന്ന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ആദ്യത്തെ വഴികാട്ടി, ആദ്യം ഒരാൾ പോകുമ്പോ അത്ര ഈസി ആയിരിക്കില്ലല്ലോ, പിന്നീട് വന്ന ആൾക്കാർക്ക് ആ ഒരു വഴി ഉണ്ടാവും മുന്നോട്ട് വരാൻ വേണ്ടി. അപ്പൊ ആ ഒരു ആദ്യത്തെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ എത്ര സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞു? എന്നാ പറ്റില്ല നമുക്കല്ലേ. എനിക്ക് സോളോ ഒരു 1000 കൂടുതൽ സ്റ്റേജെങ്കിലും ചെയ്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഫീൽഡിൽ വന്നിട്ട് ഒരു 8 വർഷമായി. സ്റ്റേജ് ഞാൻ അന്ന് ഈ മിമിക്രി ബാക്ക്ഗ്രൗണ്ടിന്റെ ഇതിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. കൂടുതലും പിഷാടി ചേട്ടൻ, നസീറിക്ക, അങ്ങനത്തെ സുരാജ് ചേട്ടൻ. അപ്പം അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1000 സ്റ്റേജ് പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 300 കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എന്നെക്കാളും സീനിയർ ആർട്ടിസ്റ്റ് ആണ് സ്റ്റേജിൽ. പ്രായത്തിൽ കുറവാണ്. 2 മാസത്തിന്റെ വ്യത്യാസം അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ വെച്ച് 2-3 വയസ്സിനൊക്കെ ഇപ്പം കറന്റ്ലി എന്താണ് പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് ഇനിയിപ്പോ ഇറങ്ങാനുള്ള കുറച്ച് സോങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓർമ്മകൾ മരവിച്ചു എന്നുള്ളതാണ് അടുത്ത ട്രാക്കിന്റെ പേര്. അത് ഡബിൾ ജെ എന്ന് പറഞ്ഞിട്ടൊരു റാപ്പർ ഫീച്ചർ ചെയ്യുന്നത്. പിന്നെ വേറെ കുറെ എന്താണ്, എനിക്കിപ്പോ റാപ്പിന്റെ തന്നെ പല ജോണറേസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടികളുണ്ട്. അപ്പൊ അതൊക്കെ 1 by 1 ഇറക്കാനുള്ള പ്ലാനിലാണ്. എനിക്ക് തോന്നുന്നു വൈറ്റില എന്ന് പറയുന്ന സ്ഥലം ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് വഴിത്തിരിവാണല്ലേ. ജനിച്ച് വളർന്ന് ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എല്ലാം വൈറ്റിലയിലായിരുന്നു. ഇപ്പം അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ വൈറ്റില തന്നെയാണ് ജീവിക്കുന്നത്. മറ്റേ ബോളിവുഡിൽ എന്താ റഫ്താർ ബൈയോടൊപ്പം എനിക്കൊരു ട്രാക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അത് 2018-19 ടൈമിലാണ്. റഫ്താർ ബൈഡ് ഇപ്പോഴും ഇൻ ടച്ച് ആണ്, കോണ്ടാക്ട് ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു ട്രാക്കിന്റെ കൂടി പ്ലാനിങ്ങിലാണ്. അത് പുള്ളിയുടെ ഒരു പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു EP-യിലായിരിക്കും അത് ഇറങ്ങാനുള്ളത്. ആദ്യമായിട്ട് ട്രൈ ചെയ്ത ഇത് ഓർമ്മയുണ്ടോ? ഞാൻ ആക്ച്വലി കലോത്സവത്തിലൊക്കെ മിമിക്രി ചെയ്യായിരുന്നു. 2017 സംതിങ് അറൗണ്ട്. അപ്പം കലോത്സവത്തിൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ അന്ന് ചെയ്യുന്ന കുഞ്ഞു കരുന്ന ശബ്ദം, പ്ലെയിൻ പോകുന്ന ശബ്ദം, അതൊക്കെയാണ് ചെയ്യുന്നത്, പ്രകൃതി ശബ്ദങ്ങൾ. അപ്പൊ അന്ന് ഒരു ആവർത്തന വിരസത അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഇത് പുതുമയില്ല. അപ്പൊ അങ്ങനെ ഒരു പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഇത് ആക്ച്വലി ഇത് ഇൻസ്പയർ ആയിട്ട് ബീറ്റ് ബോക്സ് പഠിക്കുന്നത്. പുള്ളി അതിനെ കോപ്പി അടിച്ചിട്ട് ചെയ്ത സാധനമാണ് കലോത്സവത്തിൽ. അങ്ങനെയാണ് എനിക്ക് കലോത്സവത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 2018 അവിടെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ചെയ്യണോ? അത് ചെയ്യാൻ വേണ്ടിയല്ലേ ആദ്യത്തെ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. എന്റെ ബേസിക് ആണ്, ഞാൻ തുടങ്ങിയ സാധനം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാ. പാന്ന് പറയാം. ഇത് ഫോഴ്സ് ചെയ്യുമ്പോ ഒരു സൗണ്ട് കിട്ടും. ഒന്നും കൂടെ വേറെന്താ? അടുത്ത സ. കറക്റ്റ്. നീ ഇത് ഒരു തലയിൽ ഇട്ടിട്ട് ബീറ്റ് പാറ്റേൺ പോലെ പാസ കാസ പാസ കാസ. എനിക്ക് എന്റെ സൗണ്ട് ഭയങ്കര ക്ലിയർ ചെയ്തുകൊണ്ട് ബേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ സാധനം കിട്ടും. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ നിന്ന് തുടങ്ങി ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു അല്ലേ? സത്യം ബീറ്റ് ബോക്സ് ആണ് എന്റെ ബേസിക് ഉണ്ടാക്കിയതും. അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നു ആദർശ് ബീറ്റ് ബോക്സ് ചെയ്യുമ്പോഴും അതൊരു മിമിക്രി വിഭാഗത്തിലാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരു ഹിപ്പ് ഹോപ്പിന്റെ കൾച്ചറിന്റെ ഒരു ഭാഗമായിട്ട് അധികം പേരിലേക്ക് സത്യം പറഞ്ഞാൽ റാപ്പൊക്കെ വന്നപ്പോഴാണ് ഇത് ഹിപ്പ് ഹോപ്പിന്റെ കൾച്ചറാണെന്ന് ഏകദേശം മനസ്സിലായി. ഇപ്പൊ ഫെജോനോട് നടക്കുമ്പോൾ അത് ഹിപ്പ് ഹോപ്പിന്റെ കൾച്ചറാണ്, എങ്കിലും ഇത് മിമിക്രിയാണ്. ഇപ്പൊ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നത് എന്താ? ഇതൊക്കെ തന്നെ. DJ ഉണ്ട്, മ്യൂസിക് പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ പാട്ട് പാടുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്. പിന്നെന്തൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് കൂട്ടിലിട്ട തത്തേനെ കുറിച്ച് പറയുമ്പോ എല്ലാരും വിചാരിക്കും ഇവിടെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ ലിറിക്സ് ഭയങ്കര കണക്റ്റഡാ. ഇതേപോലെ കണക്റ്റഡ് ആയ ഒരുപാട് പ്രേക്ഷകരുണ്ടാവും വെറൈറ്റി മീഡിയയുടെ. അവർക്ക് വേണ്ടിയിട്ട് കൂട്ടിലിട്ട തത്തയുടെ ഒരു പാടാം, ഒരു 4 വരികട്ടെ. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട തത്ത, മൂടിന്നു ട്രിപ്പിന് പോകാത്തിതിനു ബത്തൂത്ത,
ജോലിയൊന്നുമായില്ലെന്ന് ചൊല്ലി എൻ്റെ അച്ഛനെന്നും പ്രാക്ക. കുടുംബത്തിലുള്ളവർ പറയും ഇവന്റെ കാര്യം പോക്ക. ഒരു മീനിങ് അടുത്തതാണ് സങ്കടം നെഞ്ചിൽ കടയുന്നതത്രയാ. ഞാൻ കൂട്ടിലിട്ടതത്ത ചുറ്റുമഴികൾ ഞാൻ പെട്ടുപോയല്ലടാ. തുരുമ്പെടുത്തൊരു കൂട്ടിലിട്ടതത്ത. ഇപ്പം ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് പറയണിട്ടുണ്ട്, ഇത് പഠിച്ചത് ഇങ്ങനെ ഗേൾസിന് മുമ്പിലൊക്കെ ഷൈൻ ചെയ്യാവുന്ന ഒരു വ്യത്യസ്തമായ ഒരു കഴിവാണല്ലോ. നമ്മൾ ഈ ആർട്ട് ഫോം ഇത് വളർത്തണം അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട്, ബിസിനസ് ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല. അപ്പം ഗേൾസിന്റെ മുന്നിൽ ഷൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാരുടെ മുന്നിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോ ഇവരെന്താ പ്രാന്താന്ന് എന്തെങ്കിലും യുണീക്ക് ആയിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്താ. പിന്നീടാണ് ഇത് എന്റെ അമ്മയാണ് ഒരു ചാനലിന്റെ ഓഡിഷൻ ഇത് കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞപ്പം അമ്മ വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് താല്പര്യമില്ല ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഓഡിഷൻ ചെയ്തു. അവർക്ക് മിമിക്രി ആണ് ആക്ച്വലി വേണ്ടത്. അപ്പൊ ഞാൻ ഇത് എന്റെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ അവിടെ പ്രസന്റ് ചെയ്തപ്പോഴത്തേക്ക് ഇവര് അത്ഭുതപ്പെട്ടിട്ട് അതാണ് കോമഡി ഉത്സവം എന്ന് പറയുന്ന പ്രോഗ്രാം ഫ്ലവേഴ്സിന്റെ അതിൽ ഫസ്റ്റ് എപ്പിസോഡ് എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ അവിടുന്നാണ് ഇതിന്റെ മേളിലോട്ട് സ്റ്റാർട്ടിങ്. അതിൽ കുറെ വട്ടം നിങ്ങൾ വന്നിട്ടുണ്ടല്ലേ? ഏഡിജിനെ ആദ്യമായിട്ട് കാണുന്നത് കോമഡി ഉത്സവത്തിലാണ്. ഞാനപ്പോ പുള്ളി വൻ പുള്ളിയാണല്ലോ, അപ്പൊ ഈ ബീറ്റ് ബോക്സിന്റെ ഒപ്പം റാപ്പ് ഒക്കെ ചെയ്താ കിടക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു സിനിമയുടെ മീറ്റിംഗിലാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഞങ്ങൾ കോമഡി ഉത്സവത്തിൽ എനിക്ക് തോന്നുന്നു 3 തവണ പെർഫോം ചെയ്തു. 3-4 തവണ കോമഡി ഉത്സവം മാത്രമല്ല വേറെ മനോരമയുടെ പിന്നെ വേറെ അവാർഡ് ഷോസിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് പ്രൊജക്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അമ്മയെ പറ്റിച്ചാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് കോളേജിലൊക്കെ എത്തി. അപ്പൊ അവിടെ എന്തെങ്കിലും കലാപരിപാടി അവതരിപ്പിക്കണം. അപ്പൊ ഭയങ്കര ത്വരയാണല്ലോ, ആൾക്കാരെ കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും. അപ്പൊ അങ്ങനെ മൈം ഒക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ മൈം ചെയ്യുമ്പോൾ സനൽ മാത്യു എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ അന്ന് മൈം ചെയ്യുമ്പോൾ നമുക്കൊരു ട്രാക്ക് റെഡി ആക്കണമല്ലോ. അപ്പൊ അന്ന് ഇന്റർനെറ്റ് ആക്സസ് ചെയ്തിട്ട് ഈ FL സ്റ്റുഡിയോ എന്നുള്ള സോഫ്റ്റ്വെയറിൽ ഓരോ ട്രാക്കും പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്ത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഓരോ സൗണ്ട് കടമെടുത്ത് ഇങ്ങനെ ട്രാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് മനസ്സിലായി കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലേ പണി നടക്കുള്ളൂ. വീട്ടിൽ പറഞ്ഞ ഒരു അത്യാവശ്യമായി വീട്ടൊക്കെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, പെടുന്നൊരു കമ്പ്യൂട്ടർ മേടിക്കണം. എനിക്ക് ഗെയിം കളിക്കാൻ. അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടർ മേടിച്ച് ഞാൻ FL സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യത്തെ ഒരാഴ്ച തന്നെ അത് എങ്ങനെ പഠിച്ചെടുത്ത് ഞാൻ ഫസ്റ്റ് ട്രാക്ക് അപ്ലോഡ് ചെയ്ത് ഇന്റർനെറ്റ് കഫേ. അതാണ് ചമ്മിപ്പോയി. അപ്പൊ എല്ലാം അറിയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ADJ ഉണ്ണിക്കുട്ടന്റെ നനച്ച വണ്ടീന്റെ കുറച്ച് കണക്ട് ചെയ്ത ഒരു സാധനം ഇപ്പൊ ലൈവായിട്ട് പെർഫോം ചെയ്യാൻ പോവാണ്. ഡയലോഗ് ആക്ച്വലി എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. നനച്ച മാത്രം എല്ലാവർക്കും അറിയാമല്ലോ. വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. നനച്ച വണ്ടി കേറി അതല്ലല്ല മാറിപ്പോയി അല്ലേ? ഓക്കെ. നനച്ച വണ്ടി നനച്ച വണ്ടി ചുമ്മാ നിങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം. അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഉണ്ണിക്കുട്ട പറയും. ഓക്കെ, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് ADJ പെർഫോം ചെയ്തു. അപ്പൊ ഇനി ഫെജു എന്താ പെർഫോം ചെയ്യുന്നത്? ഞാൻ ഏതെങ്കിലും സോങ് പെർഫോം ചെയ്യുമ്പോ എന്താ ഏത് കൂടത്തുള്ള പെർഫോം ചെയ്യണം? ബീറ്റ് ബോക്സ് ഉണ്ടാവില്ല പിന്നെ ബീറ്റ് ബോക്സ് ഇല്ലാണ്ട് ശമ്പളം കൂടണം കേട്ടോ. അത് റെഡിയാക്കാം. ചിന്താതമനിയിൽ ധൂളി കേറി എങ്ങനെ എടുക്കും ശ്വാസം, സ്വാർത്ഥത പുറകെ ലോകമോടി 4 ദിക്കിലും നാശം. വാക്കുക തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ജപിക്കും പ്രാസം. ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്കാരുണ്ട് ഇവിടെ പ്രാസം. ഞാൻ മാറ്റുന്നു മരുപച്ച ഭൂവിടങ്ങൾ അതിൽ വർണ്ണത്തിനിരയത്ത് തളപുടങ്ങൾ. എന്റെ റാപ്പിൽ തെളിയുന്ന സപ്തസ്വർഗ ഘട പാപത്തിൽ വിരിക്കുന്നു നവരസങ്ങൾ. ശൃംഗാരം രൗദ്രം വീരം ഭയാനകം കരുണം ബീഭത്സം അത്ഭുതം ശാന്തം ഹാസ്യം. ഏകാകിയാണ് എല്ലാം കടാക്ഷം മുന്നിലെ ദാസ്യം. തമസന്റെ മനസ്സിൽ തെളിച്ചമ ശിരസിൽ വീക്ഷണം വിലസല ദൃഷ്ടികൾ നമസിൽ ആഗ്രഹം കലശല ശൈലിയിൽ അലസല രക്തമുള്ള പഞ്ചാൻ. മിന്നലിന്റെ ദേവം വിജയക്കൊടി നാട്ടുക നക്ഷത്രം മരി വാർത്തയിൽ പിടിച്ചുറ്റിക സംഗീത ലഹരി തരുന്നു നേട്ട പട്ടിക പടപ്പണി ചാലക മതിൽ കിട്ടു കട്ടിവാണ ആ കൂടത്തുള്ളു. ഈ പാട്ടൊക്കെ കേൾക്കുമ്പല്ലേ ഭയങ്കര ശരിക്കും കൊടുത്തോളൂ. ഞങ്ങൾ ഷോ ചെയ്യുമ്പോ ഏറ്റവും ലാസ്റ്റത്തെ സോങ് ഇതാ. അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ലിറിക്സ് ഇത്തിരി കോംപ്ലക്സാ. ഇതിപ്പോ ചെറിയ പിള്ളേര് വരെ പാടി തുടങ്ങി. അപ്പൊ അവരെങ്ങനെ ഇത് പഠിച്ചെടുത്തെന്ന് ഒരു പിടിയും കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളിപ്പം മ്യൂസിക് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നപ്പോഴേക്കും ആദ്യമായിട്ട് ഒരു സിനിമയിലേക്ക്
പോവാണ്. അതായിരുന്നു മറഡോണ. അതെ, സുഷിൻ ഫസ്റ്റ് സിനിമയാണ് മറഡോണ. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കൂട്ടിയുടെ തത്തയായിട്ട് ആകെ നശിച്ചിടക്കണ സമയം എന്ന് പറയാം. അതായത് ഇപ്പൊ ആർട്ടിസ്റ്റായിട്ട് ഞാൻ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ എന്നെ അങ്ങനെ കാണുന്നില്ല. ഞാൻ ചെയ്യുന്ന റാപ്പ് ആർട്ടാണോ എന്ന് വരെ ചോദിക്കുന്ന ആൾക്കാർ, ആർട്ടിനെ ആട്ടുന്ന ആൾക്കാർ അല്ലേ, റാപ്പിനെ കോപ്പെന്ന് പറയുന്ന ആൾക്കാർ പറയുമ്പോൾ കുറെ റാപ്പ് കയറി. അപ്പൊ അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും വെറുക്കപ്പെട്ട ഒരാളെ പോലെ എനിക്ക് സ്വയം ഫീൽ ചെയ്യണ സമയം. അപ്പൊ എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെസർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസീഷ്യൻ എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കണം, ഇങ്ങനെ സിനിമയിൽ പാടാൻ താല്പര്യമുണ്ടോ. അപ്പൊ ഞാൻ എനിക്ക് ആക്രാന്ത് എന്തെങ്കിലും തന്നാൽ മതി, സലികുമാർ അപ്പൊ ഞാൻ ഉറപ്പായിട്ടും വരാം. അപ്പോഴേ നെസർ അഹമ്മദ് ആരാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ പുള്ളിയെ പറഞ്ഞത് സുഷിൻ ശ്യാമാണ്. അപ്പൊ ഞാൻ കിട്ടിപ്പോയി, കാരണം പുള്ളി അന്ന് എനിക്ക് ഗ്രേറ്റ് ഫാദർ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാനെന്നുള്ളൊരു വ്യക്തിനെ ആർട്ടിസ്റ്റായിട്ട് ഒരാൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സുഷിൻ ശ്യാമിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അംഗീകാരമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ദിവസം കഴിഞ്ഞ് പുള്ളീനെ മീറ്റ് ചെയ്തു. പുള്ളി പറഞ്ഞു മറഡോണ എന്നാണ് സിനിമ, ടൊവിനോയുടെ സിനിമയാണ്, അപ്പോൾ അതിലൊരു റാപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആക്രാന്തം കയറി. അപ്പോൾ പുള്ളി പറഞ്ഞു ചാവക്കാടാണ് ഇത് നടക്കുന്ന കഥ. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ പോയി എനിക്ക് ഫുള്ള് എൻ്റെ ലക്ഷ്യം ഈ മറഡോണെ പാട്ട് ചെയ്യുക. ഞാൻ ചാവക്കാടിനെ കുറിച്ച് ഫുള്ള് റിസർച്ച് ചെയ്യുന്നു, അവിടുത്തെ സ്ലാങ് പഠിക്കാൻ നോക്കുന്നു, അവിടുത്തെ ഹിസ്റ്ററി നോക്കുന്നു, ടൊവിനോട് എന്തൊക്കെ റെഫറൻസ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കുന്നു, പിന്നെ സുഷിൻ ചേട്ടന് കുറെ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര എക്സെൻട്രിക്കും എക്സൈറ്റ്മെന്റും എല്ലാം കൂടി അങ്ങനെയാണ്. അപ്പൊ ഞാൻ 2ാമത് സുഷിനെ മീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ചാവക്കാടിന്റെ ഫുൾ ചരിത്രമുണ്ട്, കുറെ ലിറിക്സ് ഉണ്ട്. അപ്പൊ പുള്ളിക്കും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെയാണ് മറഡോണ സംഭവിക്കുന്നത്. മറഡോണക്ക് ഒരു ദുഃഖകരമായ ഒരു കഥയും കൂടി ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പടം ഞങ്ങള് റെക്കോർഡിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായി. അപ്പൊ പടത്തില് ഓൾമോസ്റ്റ് ഓക്കെ ആയി. അതപ്പോ ഞാൻ പെർമിഷൻ എടുത്തിട്ട് പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിൽ. കാരണം എനിക്ക് എന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. നേരത്തെ പറഞ്ഞാൽ ഓരോ കല്യാണങ്ങൾക്ക് പോകുമ്പോ ഇനി ആ തല കുമ്പിടണ്ട, എന്റെ പടം വേണ്ടാന്ന് എനിക്ക് അപ്പൊ ഞാൻ അങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോ അപ്പൊ നമ്മളുടെ ആൾക്കാരുടെ അധിക്ഷേപമൊക്കെ മാറുമല്ലോ. കാരണം ഒരാൾ വിജയിക്കുമ്പോ അധിക്ഷേപം പറഞ്ഞവര് നമ്മളെ പൊക്കിയെടുക്കാനൊക്കെ വരും. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് നല്ല സന്തോഷമായി. അപ്പൊ പാട്ട് ഇറങ്ങും എന്നൊക്കെ ഉള്ള. പക്ഷെ ആ സമയത്താണ് പടത്തിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞപ്പോ സിനിമയിലെ ക്രൂ പറഞ്ഞത് ചിലപ്പോ പാട്ട് വരാൻ ചാൻസ് ഇല്ല, ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ ചോദിച്ചപ്പോ അതിന് കുറച്ച് മുന്നേ ഒരു സീനില് സോങ് വന്നുണ്ട്. അപ്പൊ അടുപ്പിച്ച് പാട്ട് വരുമ്പോ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ലാഗ് അടിക്കോ എന്നുള്ളൊരു ഫീൽ. അപ്പൊ അവരെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം സിനിമയുടെ ലാഗ് പ്രശ്നമാണെങ്കിൽ അവർക്ക് സിനിമ തന്നെ റിസൾട്ട് മോശമാവുമല്ലോ. അപ്പൊ പക്ഷെ എൻ്റെ ലൈഫ് അപ്പൊ ഞാൻ പേടിച്ചു പോയി. കാരണം ഞാൻ അനൗൺസ് ചെയ്ത് ഭയങ്കര സന്തോഷത്തിലിരിക്കണേ. അപ്പൊ ഈ പാട്ട് എങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഞാനില്ല ആ അവസ്ഥയിൽ. അപ്പൊ ഇതിന്റെ ഫൈനൽ റെക്കോർഡിംഗ് സമയത്താണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ സുഷിനോട് ചോദിച്ചപ്പോൾ സുഷിൻ പറഞ്ഞു നോക്കാടാ എന്താ പറയണെന്നുള്ളത്, ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പൊ അന്ന് ഈ റെക്കോർഡിംഗ് നടക്കുന്നത് എനിക്ക് ഒന്ന് നെട്ടൂര് ഫ്ലാറ്റില്ല, സുഷിന്റെ അവിടുത്തെ ഫ്ലാറ്റ്. അത് ഫ്ലാറ്റ് ഇപ്പം ഇല്ല, പൊളിച്ച് മറ്റേ മാരുടെ. അപ്പോൾ തിരിച്ച് അർദ്ധരാത്രി. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ല. ഞാനപ്പോൾ ഈ പാട്ട് പോയി എന്നുള്ള ഫീലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ആ ഫ്ലാറ്റിൽ നിന്ന് തിരിച്ച് വൈറ്റിൽ വരെ കരഞ്ഞുകൊണ്ടാണ് തിരിച്ച് നടന്നത്. പൊട്ടി കരഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു രാത്രി 2-3 മണിയൊക്കെ റോട്ടിൽ കൂടി കരഞ്ഞാ പറഞ്ഞിട്ടുണ്ടല്ലോ. പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോണ വീട്ടില്. എന്നിട്ട് പിന്നെ ഞാനില്ല, ഞാൻ ചത്ത്. ഞാൻ എൻ്റെ ശരീരമുണ്ട്, പക്ഷെ എനിക്ക് ജീവൻ എനിക്കറിയാം. കാരണം വേറെ ഒരു പ്രതീക്ഷ ഇല്ല എനിക്ക് ലൈഫില്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോ സുഷിനെ വിളിച്ച് ട്രാക്ക് സെറ്റാണ്. അപ്പൊ എനിക്ക് ജീവൻ വെച്ചു. ഞാൻ ചത്തിരിക്കണായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ മറഡോണ ഒരു സന്തോഷം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടത്തിന്റെ എക്സ്ട്രീം. അപ്പൊ അങ്ങനെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു എനിക്ക് സുഷിൻ ചേട്ടൻ്റെ കോള്. അപ്പൊ ഞാൻ പുള്ളീനെ ഇപ്പോഴും ഞാനൊരു വലിയ എൻ്റെ ഒരു ഐഡൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ്. അപരാധ പങ്ക തോളേറ്റും ചങ്ക ഇരുമൈ മനസ്സൊന്ന ശരിയാ കലികേറ്റും ചൊറയ പുകയും സിഗരറ്റ ഗുണദോഷം വേണ്ട അനിയാ. സുഷിൻ ചേട്ടൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ പുള്ളിയോടൊപ്പം ട്രാക്ക് ചെയ്യുമ്പോൾ പുള്ളി അതിന്റെ സ്ക്രാച്ചിൽ മുതൽ നമ്മൾ ഇരുത്തും. അതായത് കമ്പ്യൂട്ടർ ഓൺ ആക്കി ആ പ്രോജക്ട് ഫയൽ എടുക്കുമ്പോൾ മുതൽ നമുക്ക് ഒപ്പം ഇരിക്കാം. അപ്പൊ അത് എനിക്കും നല്ല അനുഭവം. കാരണം ആദ്യം സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പേടിച്ചൊക്കെ പോയച്ചു. അപ്പൊ പുള്ളി ഓരോ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് ഓരോ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു, ഓരോ ട്യൂൺസ് കമ്പോസ് ചെയ്യുന്നു. അപ്പൊ എനിക്കത് അതിനകത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റി. പിന്നീടാണ് അങ്ങോട്ട് ഒരുപാട് സിനിമകൾ ലാലേട്ടിന് വേണ്ടിയും DQയുടെ സോങ്സ് അല്ലേ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് വരാം. അതിനു മുന്നേ ADJ നമ്മള് ഇപ്പം എന്താ സോങ് പ്ലസ് ബീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതില് നമുക്ക് വേണ്ടിട്ട് ഒരു ബെസ്റ്റ് സാധനം
സോങ് പ്ലസ് ബീറ്റ് ബോക്സ് ആസിലൊരു സ്പെഷ്യാലിറ്റി, അതായത് ബീറ്റ് ബോക്സേഴ്സ് സാധാരണ ബീറ്റ് ബോക്സിംഗ് മാത്രം ചെയ്യും. അപ്പൊ വോക്കലിസ്റ്റ് വേറെ പാടും. ADJക്ക് വോക്കലും ബീറ്റ് ബോക്സിംഗ് ഒരുമിച്ച് എല്ലാം ഞാൻ തന്നെ. ഇപ്പോഴേ ഇപ്പം ഒരു പാട്ടുണ്ടല്ലോ, ഒരു കഥ അറിയാലോ, പാട്ടിനകത്ത് ബീറ്റ് ചെയ്യാൻ എനിക്ക് ആക്ച്വലി പറ്റി. ഞാൻ എല്ലായിടത്തും കാണിക്കാറില്ല, വെറൈറ്റി മീഡിയ കൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി സാധനം. ഒരു ടൈമില് 2 സൗണ്ട്, പാട്ടും ബീറ്റ് ബോക്സ്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുൽപ്പാങ്കുഴലിൻ കഥ പറയാം. ഇത് എങ്ങനല്ലേ ആദ്യമായിട്ട് എപ്പോഴാ തിരിച്ചറിഞ്ഞേ? ഇപ്പം പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഓക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ ഈ ഒരു സാധനം എന്റെ ഉള്ളിൽ ഉണ്ടെന്നൊക്കെ ഒരു അല്ലേ, അതെങ്ങനെ ഏതൊരു മൊമെന്റിലാ തിരിച്ചറിഞ്ഞേ? ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല, അതാണ് വേറെ സത്യം. അല്ലേ പാഷൻ അല്ല, ഇതിനോട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചെയ്ത് ചുമ്മാ ഹാബിറ്റ് പോലെ ആയതാ. ഇപ്പൊ ഞാൻ റോഡിലിരിക്കുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ കിടക്കുന്ന ടൈമിലോ ബാത്റൂമിൽ പോകുന്ന ടൈമിലാണെങ്കിലും പണ്ട് ഞാൻ ആദർശനെ കണ്ട് പരിചയ സമയത്ത് ഞാൻ ആദർശനെ മീറ്റ് ചെയ്യുന്ന വെച്ചു. ഇപ്പൊ ഞാൻ ആദർശാണ്, ഇപ്പൊ സജോ വന്നിട്ട് ഹലോ ആദർശ് എന്ന് പറഞ്ഞു. ഹലോ ആദർശ്, ഹലോ അങ്ങനെ ഫുൾ ടൈം ബീറ്റ് ബോക്സ് ചെയ്തു. ഉറങ്ങുമ്പോ പോലും പുള്ളി കൂർക്കം വലിക്കുന്ന ഒരു ബീറ്റ് ബോക്സ് അങ്ങനത്തെ. പക്ഷെ അതെനിക്ക് തോന്നുന്നത് നമ്മളുടെ കഴിവിനെ മുന്നോട്ടിക്കൊണ്ടിരിക്കണേ. ഇത് മനസ്സിലിങ്ങനെ കിടക്കുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തോണ്ട് ഞാൻ അറിയുന്നില്ല. പലവട്ടം നീ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ മാത്രമേ എനിക്കിത് അറിയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് എന്തോ പ്രാന്തനായിരുന്നു ടൈമിൽ. പിന്നെ ഇപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ് നിങ്ങളുടെ റാപ്പ് ആണെങ്കിലും ബീറ്റ് ആണെങ്കിലും കേട്ടിരിക്കാൻ. ചെറിയൊരു പെർഫോമൻസ് കൂടി നമുക്ക് വേണ്ടി ഏതെങ്കിലും ഫിലിം ബേസ്ഡ് സാധനങ്ങൾ ഒരു ഫ്യൂഷൻ പോലെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ആട് സിനിമ കണ്ടിട്ടില്ല, അതിലെ സർബത്ത് ഷമീർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളി എൻട്രി ചെയ്യുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതാണ്. മൈക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും. ചുമ്മാ കാണിക്കാം. അങ്ങനെ പിന്നെ ഭീഷ്മ പർവ്വമുണ്ട്. ഭീഷ്മ പർവ്വം അങ്ങനെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ അല്ല എഡിജിന് വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ചില സമയങ്ങളിൽ പുള്ളി ഷോ ചെയ്യുന്ന സമയത്ത് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന പടങ്ങളിലെ ബീറ്റ് പുള്ളി കേട്ടിട്ടുണ്ടെങ്കിൽ അതും അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അവിടെയാണ് അയ്യോ അടിപൊളിട്ടോ. ശരി, വിക്രത്തിലെ മറ്റേ വിജയ് സേതുപതി എൻട്രി ചെയ്യുമ്പോ മൈക്കൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം. മൈക്ക് കൊടുക്കണോ? അത് മൈക്കുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് നാളെ വരുന്നില്ല. ഇങ്ങനെ വീണ്ടും ചെയ്യിക്കാൻ തോന്നും. ഏറ്റവും കൂടുതൽ ടഫ് ഏതെങ്കിലും ഇപ്പം BGMs അങ്ങനെ ഏതെങ്കിലും ചെയ്യുമ്പോൾ ടഫായിട്ട് തോന്നിയിട്ടുണ്ടോ? എല്ലാം പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണല്ലോ. ഓരോരോ സൗണ്ട് പുതിയതായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പം എനിക്ക് ഒരെണ്ണം പഠിച്ചൊരു ഭയങ്കര ടഫായിട്ട് തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ലിപ് റോൾ എന്ന് പറയും. ചുമ്മാ ജസ്റ്റ് ഇൻഹേൽ ചെയ്താൽ മതി, ബ്രീത്ത് അകത്തോട്ട് ചെയ്താൽ മതി. അത് ലിപ്പിനകത്ത് എടുക്കണം. ഇങ്ങനെ 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 അങ്ങനെ കുറെ സൗണ്ട് ഉണ്ട്. ശ്വാസം എടുക്കുന്നതിന് മോളും താളമോ? ഓക്കെ. പക്ഷെ ശരിക്കും ഞാൻ വിചാരിക്കും ഇപ്പൊ നോർമലി ആൾക്കാരെ വിചാരിക്കും കൂട്ടം കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ റാപ്പേഴ്സ് ഭയങ്കര ഈ ഒരു യോയോ ആയിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടു. ഷോക്ക് മുന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഭയങ്കര മെലോഡിയസ് സോങ്സ് ആണെന്ന്. കാരണം നമ്മളുടെയൊക്കെ റൂട്ട്സ് അവിടെ നിന്ന് തന്നെയാണല്ലോ. അപ്പൊ എല്ലാ മലയാളികൾക്കും ഇഷ്ടമാവുന്ന സോങ്സ് അതൊക്കെ തന്നെയാണ്. ഞങ്ങളിപ്പോ ഇന്റർവ്യൂ വരുന്നതിന് മുന്നേ മറ്റേ പാട്ട്
അതെ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരുടെ ചിന്തയാണ് റാപ്പേഴ്സ് ഫുൾ ടൈം റാപ്പ് കേൾക്കണമെന്ന്. അതെ. അങ്ങനെ Full ഇങ്ങനെ യോയോ, hey bro എന്നൊക്കെ ഇല്ല, എനിക്ക് തോന്നുന്നു തിരുമാലി ആണെങ്കിലും ബേബി ജീനൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ട്രാക്സ് ഒക്കെ കേൾക്കാൻ മീൻസ് നമ്മളെല്ലാം കേൾക്കും. റാപ്പിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റാപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന. ചെയ്യും. ഓക്കെ. ഫെയ്ജോട് ഇപ്പം വേറൊരു ആ ടൈമിൽ തന്നെ കുറച്ചുകൂടി ട്രെൻഡിങ് ആയി നിന്നത് ഈ പറഞ്ഞ കറിവേപ്പില സോങ്. ആ. നിന്നെ കറിവേപ്പില അതൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് കറിവേപ്പില ഉണ്ടല്ലോ. ഇല്ല, ഞാൻ ആക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എന്നെ Experience കൊടുത്ത ശീലം അല്ലേ? കൊടുത്ത ശീലം. അപ്പൊ അവരിത് സ്റ്റോറിയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ. ആ സോങ്ങിനും ഒരു പ്രത്യേക ഫാൻ ബേസ് ആണ്. അപ്പം ലവ് ഫെയിൽ ആയൊരു അല്ലെങ്കിൽ അതുപോലെ ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ലിറിക്സ് ആണ്. അപ്പം അത് ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നതാണ്. അത് ഞാനൊരു കൂട്ടുകാരന്റെ ജീവിതത്തിൽ ആ സമയത്ത് എന്റെ ഒരു കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് എല്ലാ എനിക്ക് 10 കൂട്ടുകാരുടെ അടുത്ത് അവന്മാർക്ക് 8 പേർക്ക് കറിവേപ്പിലാക്കിയ കഥ പറയാനുണ്ട്. അപ്പൊ അവരുടെ അനുഭവങ്ങളും പുള്ളിയുടെ വേദനയൊക്കെ എടുത്തിട്ടാണ് ഞാൻ അവസാനം ചെയ്തത്. പക്ഷെ പിൽക്കാലത്ത് എഡിജ പറഞ്ഞപ്പോ എഡിജനെ കണ്ടപ്പോ എഡിജ പറഞ്ഞു പുള്ളിക്കും ഭയങ്കര റിലേറ്റബിൾ ആയി കറിവേപ്പിലാക്കിയോ. പിന്നെ അത് അനുഭവം ഉണ്ടായപ്പോ എന്തൊരു പാട്ട്. ഓക്കെ, ആ കഥ നമുക്ക് വരാം. അതിന് തന്നെ കറിവേപ്പിലൊന്ന് പാടാവോ? അത് എന്റെ റാപ്പ്. എവിടെ നല്ല കാലത്തെന്റെ കൂടെ നിന്ന പെണ്ണ്, നീ പറഞ്ഞില്ലേ ഒരിക്കലും പിരിയില്ലെന്ന്. അണിയിക്കാൻ വജ്രം പ്ലാറ്റിനം പൊന്ന്, കലടിയിലുണ്ട് ചോർന്നു പോക ഉറച്ച മണ്ണ്. ആയിരുന്നു തൊല്ല മൈ ഗേൾ സാസി, സ്വയം കരുതിയിരുന്നത് മോർ ലൈക്ക് എന്റെ ദാസി. സംസാരം ദേശിലേക്ക് ഇന്ത്യക്കിനെ മേങ്ക രേസി, നിനക്ക് വേണ്ടി പാടാം ആഫത്ത് വാപ്പസ് ലൈക്കം നെയ്സി. വകഞ്ഞു മാറ്റിയെന്നിലെ നന്മകൾ നീ മൂന്നാർ JCB. മുഖം സുന്ദരം ലെബനോനിലെ ബീച്ച് LACB. ഞാൻ ജെയ്സി ആണെങ്കിൽ നീ എന്റെ ക്രൈസി ക്യൂൻ ബി. അവസാനം തേനുമില്ല കൂടുമില്ല, ഞാൻ അടിക്കുന്നു ഹെയ്സി ഹണി ബി. കട്ടി പഞ്ചസാര ഇല്ല ചായ മട്ടടിഞ്ഞോ, നിന്നെ കറിവേപ്പിലയാക്കിയോ. ഇഷ്ടം കൂടിയോരു നിന്നെ വിട്ടു പിരിഞ്ഞെന്നോ, നിന്നെ കറിവേപ്പിലയാക്കിയോ. അല്ല, ഞാൻ ഷോയില് പറയാറുള്ള കാര്യോ എന്ത് കറിവേപ്പിലയാക്കിയാലും കറിയില് ടേസ്റ്റ് വേണമെങ്കിൽ ഇതേ സാധനം തന്നെ വീഴും. വിലയുണ്ട് സത്യം. അത് നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ വളർത്താറുണ്ട്. അപ്പൊ അത് പറയുമ്പോഴാണ് ഇപ്പം ഫെജോ ഓൾറെഡി മാരീഡ് ആണ്. ഇന്റർവ്യൂലൊന്നും പറഞ്ഞിട്ടില്ല. ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇപ്പൊ കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. ലവ് മാരേജ്? ലവ് അറേഞ്ച്ഡ്, എല്ലാം കൂടി മിക്സ് ചെയ്തത്. കുട്ടി എങ്ങനെയാ വൈഫ് ഇത് ഈ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? ഇല്ല, ആക്ച്വലി സംസാരിച്ചു വന്നപ്പോ മീൻസ് മറ്റേ കറക്റ്റ് എന്താ ഞാൻ ചെയ്യണ, എന്നെ കോമഡി ഉത്സവത്തിലാണ് ആദ്യമായിട്ട് കണ്ടത്. അല്ലാതെ എന്റെ പാട്ട് അങ്ങനെ കേൾക്കാതായിരുന്നു. അപ്പൊ എന്റെ ഒരു ആഗ്രഹം മറ്റേ ഈ ഫാൻ ഗേള് അല്ലാത്ത ആളെ കെട്ടണം എന്നുള്ളത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കാണുന്ന പകിട്ടും ഫെയിമും ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഫാൻ ഗേൾ അവിടെ പോകും. പക്ഷെ ഇതൊന്നും അറിയാത്ത എന്നെ ഫെബിൻ ജോസഫിന് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകൊച്ചാണെങ്കിൽ ഫെജോ തീർന്നാലും ഫെബിൻ ജോസഫിന് ഇഷ്ടപ്പെടുന്ന ആളവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് പിന്നെ സംസാരിച്ചു ഇഷ്ടമായി. അതെ, പിന്നെ ഞാൻ ഫെജോ, വൈഫിന്റെ ഒരു ജോഫി. അവിടെ പ്രാസം എല്ലാം കൊണ്ടും ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. ഇതാണ് കറക്റ്റ് ആളെന്നൊക്കെ. അത് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഫാമിലി മാൻ ആയിട്ട് മാറി. അപ്പൊ കറിവേപ്പിലാക്കിയതിന് ശേഷം കെട്ടാൻ ഫാമിലി മാൻ ആകാൻ സമ്മതിക്കണം. കല്യാണം കഴിച്ചിട്ടില്ലേ? എനിക്ക് 16 വയസ്സുള്ളൂ. 25 കൊല്ലം മുമ്പല്ലേ? അതെന്താ കല്യാണം കഴിക്കാത്തെ? പ്രണയം ഇതിനോടാണോ, ബീറ്റ് ബോക്സിനോടാണോ? അങ്ങനെയൊന്നുമില്ല, പ്രണയം ഉണ്ടായിരുന്നു. നല്ലൊരു സംഭവം കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. പ്രണയം ടേപ്പ് കിട്ടിയപ്പോ പിന്നെ നല്ല ഡിപ്രഷൻ, നല്ല സുഖമായിരുന്നു. വാരണാസിന്റെ സൂര്യ കണ്ടിട്ടില്ലേ? അതിന്റെ അപ്പുറമായിരുന്നു ഒരു ടൈമിൽ. അറിയാം, പുള്ളിയൊക്കെയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് മാറ്റിയത് കുറച്ചെങ്കിലും. ആണോ? ആ കുട്ടി ഇപ്പൊ ഇത് ഇത്രയും ഇപ്പം ഫേമസ് ആയി, ഫെയിം ഒക്കെ കിട്ടിയ കുറച്ചും കൂടി ആയല്ലോ. കുറച്ചും കൂടെ ആവാതിരിക്കാം. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ ഫെയിം നോക്കി വന്ന പെൺകുട്ടികള്, പക്ഷെ ആ പെൺകുട്ടി അങ്ങനത്തെ ആളല്ലെന്ന് ഞാൻ ആക്ച്വലി ഷോയിൽ കണ്ടിട്ടാണ്. ദുബായിലൊരു ഷോയിലുണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ പെണ്ണിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഏകദേശം 5 വർഷം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാരും പറയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല മ്യൂച്വൽ ആയിരുന്നു എന്നുള്ളത്. എനിക്ക് താല്പര്യമില്ലായിരുന്നു അവൾ പോവാതിരിക്കാൻ. ഞാൻ മാക്സിമം പിടിച്ച് വെച്ച് നോക്കി. 5 വർഷം പറയുമ്പോഴത്തേക്ക് എന്തോ ഇല്ല കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ ഒരു 2 വർഷമായി. 2 വർഷമായിട്ട് റിലേഷൻഷിപ്പ് അങ്ങനെ ഒന്നുമില്ല. പുള്ളിക്ക് അതിന്റെ ഒരു വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നു എഡിജ അതിന്റെ വിഷമം മറക്കണം സ്റ്റേജിൽ കയറുമ്പോഴാണ്. സത്യം ഞാൻ പ്രാന്തനായിരിക്കും. ഈ പുള്ളിയുടെ പ്രണയം അത്രത്തോളം ഡീപ്പായതുകൊണ്ടാണ് നമ്മൾ ഈ കറിവേപ്പില കേസ് പറയുമ്പോ തന്നെ എഡിജ ഒഴിഞ്ഞു മാറുന്നത്. അത് ഓർക്കുമ്പോ തന്നെ ഒരു അല്ലേ കണ്ണൊക്കെ നിറഞ്ഞു. ഇത് ഉറക്കം വന്നിട്ടാ. അങ്ങനെ എത്ര ഉറങ്ങാത്ത ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, വരാനുള്ള ലോറി പിടിച്ചിട്ടാണെങ്കിലും വരും, പേടിക്കണ്ടോ? നിങ്ങക്ക് ഇങ്ങനെ കുറെ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ഇങ്ങനെ ഇപ്പൊ മാരീഡ് ആണെങ്കിലും ഇപ്പൊ പല ആൾക്കാർക്കും അറിയില്ലല്ലോ. ഞാൻ മെസ്സേജ് നിൽക്കും. റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ഞാൻ ബീറ്റ് ബോക്സ് പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് റാപ്പ് പ്രണയം, ഈ തേപ്പ് അനുഭവം പോലും എനിക്കില്ലാത്തത് പ്രണയിക്കാത്തത് കൊണ്ടാണ്. മീൻസ് എനിക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടണം എന്നുള്ളതായിരുന്നു. ഏത് എന്റെ ആർട്ടിലൂടെ രക്ഷപ്പെടണം എന്നുള്ളതായിരുന്നു. പ്രണയിക്കാന്ന് എനിക്ക് കഴിവിലൂടെ പ്രണയിച്ചിട്ടൊന്നുമില്ല. ഇല്ല. പിന്നെ കേട്ട വിഷയം കോളേജിലാണെങ്കിലും നമ്മളൊക്കെ ഒരു കൈയെങ്കിലും നോക്കത്തില്ല. അത് എന്താന്ന് വെച്ചാ പ്രണയിച്ചെന്ന് വെച്ചാ അതിപ്പോ കല്യാണം കഴിഞ്ഞോണ്ട് പറയുന്നല്ലേ. അല്ല, നമുക്കിപ്പോ ഒരാളെ കാണുമ്പോ കൊള്ളാലോ എന്നൊക്കെ തോന്നുമെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയം സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒരു 5 ആളെ കൊണ്ട് നല്ലത് പറയിക്കാനാണ് നോക്കിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു വിജയം ഉണ്ടെങ്കിൽ ബാക്കിയല്ലാതെ എല്ലാം വരും. ഞാൻ എഡിജിനോടൊന്നും പറയാനുള്ളതാ, വിഷമിക്കേണ്ട ആവശ്യമുണ്ടാ. മീൻസ് നമ്മൾ നല്ല നിലയിലുണ്ടെങ്കിൽ ഇപ്പൊ കഴിവിൽ വിശ്വസിച്ച് പ്രയത്നിച്ചു കഴിഞ്ഞാൽ പണമാണെങ്കിലും ഫെയിം ആണെങ്കിലും ഇപ്പൊ പെണ്ണിനെ ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും അത് നമ്മളിലേക്ക് വന്നു ചേരും. അതിപ്പോ നല്ല പണമായിരിക്കാം, നല്ല സ്റ്റേജ് ആയിരിക്കാം, നല്ലൊരു പാർട്ട്ണർ ആയിരിക്കാം. എന്റെ ലൈഫ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള ഉപദേശമാണ്. കല്യാണം കഴിക്കൂ, കഷ്ടപ്പെടൂ. ഞാൻ മാത്രമേ പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. പിന്നെ നമ്മള് ബാക്ക് ടു ഇതിലേക്ക് വരുമ്പോഴേക്കും ഇപ്പം മറഡോണയ്ക്ക് ശേഷം ഒരുപാട് സിനിമകളൊക്കെ ചെയ്തു. അപ്പം അതില് പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആറാട്ടിലെ ലാലേട്ടന്റെ ഇൻട്രോ ചെയ്തു, ഡിക്യുടെ ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എല്ലാ സത്യം ഈ സിനിമയിൽ എങ്ങനെയെങ്കിലും ലൈറ്റ് പോയ ജൂനിയർ ആർട്ടിസ്റ്റ് എങ്ങനെയെങ്കിലും കയറിയാൽ മതി എന്നായിരുന്നു. അപ്പൊ പക്ഷെ നമ്മൾ ഓരോ പടി വെക്കുമ്പോൾ നമ്മൾ അന്ന് അടുത്ത പടി വെച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ലാലേട്ടന്റെ മമ്മൂക്കടൊക്കെ പടം ചെയ്ത് അടിപൊളിയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ രാഹുൽ രാജ് എന്റെ മ്യൂസിക് ഡയറക്ടർ വിളിക്കണത്. അപ്പൊ പുള്ളി പറഞ്ഞിങ്ങനെ ലാലേട്ടൻ്റെ ഒരു പടം വർക്ക് ചെയ്യുന്നുണ്ട്, ബി ഉണ്ണികൃഷ്ണൻ സാറാണ് ഡയറക്ടർ, ആറാട്ടം എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ അതൊരു പാട്ട് ചെയ്യാം. അപ്പൊ ഞാൻ യെസ് റെഡിയാണ്, എന്താന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ മറ്റേ അപ്പൊ തന്നെ ലിറിക്സ് എഴുതി തുടങ്ങി. എന്തെടുത്ത് അപ്പൊ ലിറിക്സ് എഴുതി തുടങ്ങി. അപ്പൊ എന്റെ ആഗ്രഹം നമ്മുടെ ലാലേട്ടന് വേണ്ടി ഒരു ക്യാരക്ടറിന് വേണ്ടിയാണെങ്കിൽ പോലും ലിറിക്സ് വായിച്ചു നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണോ പറയുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനം. പിന്നെ ഒരു ആഘോഷം മൂടാ. അപ്പൊ ഒരു ചെണ്ടയുടെ ഫ്ലോ തക്കട്ട ചെണ്ടയുടെ ഒരു ഫ്ലോയിലാണ് അത് റാപ്പ് ചെയ്തത്. ഒട്ടം നിന്റെ പാജുബേല് തുള്ളക്കിട്ട് നടുക്ക് നെഞ്ച് നിർത്താതെ ആരവം മുഴക്ക് ബാൻഡ് ബാജാ പാരാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിറിക്കാണെങ്കിലും ഫ്ലോ ആണെങ്കിലും ലാലേട്ടൻ എന്നുള്ള ഒരു അല്ലെങ്കിൽ ആ വ്യക്തിയെ ആഘോഷമാക്കുന്ന മലയാളികൾക്ക് ഏറ്റവും ഹാപ്പി ആക്കുക എന്നുള്ള അങ്ങനത്തെ മൂഡിലാണ് തലയുടെ വിളയാട്ട് നമ്മൾ ചെയ്തത്. ലാലേട്ടന്റെ കുറെ റെഫറൻസ്, പടത്തിന്റെ റെഫറൻസ് ഒക്കെ കിരീടം എന്തിനു രാജ, തലയെടുപ്പ് ഒത്ത മജ്ജ, ചെങ്കോൽ എന്തിനു രാജ, ചുറ്റുമുണ്ടു കോടി പ്രജ, നിന്റെ ചീട്ട് കീറും സംഖ്യ 2 2 ഇരട്ട 5, ഓരോ ഇടിയിലും മുഴങ്ങുമെൻ പ്രഭാവം ഇരട്ടി പഞ്ച്, ആവതിൽ നിന്ന് കെഞ്ചിടാതെ കൈകൾ കൂപ്പിയോട് ഗോപനെത്തി വാർത്ത പരത്ത് നാട് മൊത്തം പോട്ടെ ദൂത്. പിന്നെ ലാലേട്ടന്റെ വ്യക്തിജീവിതത്തെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് കോമ്പറ്റീഷൻ തൈക്കോണ്ടോ പണ്ടേ അരപ്പട്ട കെട്ടി, പുള്ളിക്ക് തൈക്കോണ്ടോ കോമ്പറ്റീഷനിൽ ബ്ലാക്ക് ബെൽറ്റ് എന്തോ ഉണ്ട്. നാടൻ ഗുസ്തി എങ്കിൽ സ്വർണ്ണ മെഡൽ അണ്ണൻ എത്ര നേടി, പുള്ളി ബോക്സിംഗ് ചാമ്പ്യനും ആയിരുന്നു. അങ്കത്തട്ടിൽ കളരി എങ്കിൽ നിന്റെ ഗജപട്ടിവിൽ നീ ഉരുമി, പാട്ടമാകും ചുമരിലെരുത് ചുരിക വാള് പരിച ഉറുമി. അപ്പൊ പുള്ളി കളരിയിലും എക്സ്പേർട്ട്. അപ്പൊ അങ്ങനെ പുള്ളിയുടെ ഒരു വ്യക്തിജീവിതവും സ്റ്റാർ ലൈഫും എങ്ങനെ വരച്ച് കാണിക്കാം സിനിമയിൽ, അതാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ ആക്ച്വലി 2 ആഴ്ച കുത്തിയിരുന്നാണ് സോങ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ഇത് എവിടെന്നീ ലിറിക്സ് ഒക്കെ ഇങ്ങനെ വരുന്നത് ഇത്രയും പ്രാസത്തിലും ഉള്ളിലേക്ക് കൊള്ളുന്ന രീതിയിലൊക്കെ? അങ്ങനെ സംഭവിച്ചു പോണേ ഉണ്ടാ. പിന്നെ നമ്മളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ വായിക്കുന്നത്, ഇപ്പൊ ഞാനിപ്പോ ആദർശുള്ള കൂട്ടുകാരോട് ഇപ്പൊ മസ്താനോട് സംസാരിക്കുമ്പോൾ മസ്താന് പറയുന്ന വാക്കുകൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോ ഏതെങ്കിലും ഒരു തോട്ടിൽ അത് മനസ്സിൽ തന്നെയാണെങ്കിൽ അത് ആ പാട്ടില് അഡാപ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കൊത്തയിലേക്ക് വരുമ്പോഴേക്കും ഡിക്യുവിന് വേണ്ടി ട്രാക്ക് ചെയ്തത്, അതിന്റെ വിശേഷം അത് നല്ല അനുഭവമായിരുന്നു. കിങ് ഓഫ് ദ ആക്ച്വലി 2 ട്രാക്കാണ് ചെയ്തത്. ഒന്ന് ഷാൻ റഹ്മാന്റെ ഒപ്പം ഒരു ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്, പക്ഷെ സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല, അതിന്റെ OST-ലുണ്ട്.
പിന്നെ കലാപക്കാര എന്നുള്ള ജെയ്സന്റെ ട്രാക്കിലായിരുന്നു. അതിലിപ്പോ ഭയങ്കര ലൈനപ്പാ. ജെയ്സനുണ്ട്, ബെന്നി ദയാൽ, ശ്രേയ ഘോഷൽ, പിന്നെ ഞാനും. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയിരിക്കണം. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങിലെ വരിയാണ് ഞാൻ പാടിക്കണത്. അതിന്റെ നടുക്കൊരു പോർഷൻ ഉണ്ടായി, പക്ഷെ അത് ലെങ്ത് കൂടിയപ്പോ അത് ട്രിം ചെയ്ത് പോയി. അപ്പൊ എന്താ ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് അതിന്റെ ഓഡിയോ ലോഞ്ചിൽ പോകാൻ പറ്റി. അപ്പൊ ദുൽഖറെ കണ്ട് സംസാരിക്കാൻ പറ്റി. ഞാൻ എഡിജൊക്കെ ഉണ്ടായി. അപ്പൊ സംസാരിക്കാൻ പറ്റി. ആ പുള്ളി അഭിനന്ദിച്ച് പുള്ളിയെ ഹഗ് ചെയ്യാൻ പറ്റി. എനിക്ക് ഹഗ് ചെയ്യാൻ പുള്ളിയെ ഹഗ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പുള്ളി നല്ല അടിപൊളി മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ലാലേട്ടനോട് ചെയ്യാൻ പറ്റി, ദുൽഖറിനോട് ചെയ്യാൻ പറ്റി. ഇനി മമ്മൂക്കും കൂടി വേണ്ടി ചെയ്യണം. കൊത്തയിടത്തെ കൊട്ടപ്പനല്ലേ ഒത്തുപോകില്ലേ കൂട്ടുവരില്ല വാ വിട്ടിനി വരികയാ കട്ടായ ഞങ്ങൾ എതിരടാ മൊത്ത പുറന്തുന്ന കൂട്ടരാ ആ മുട്ടാപ്പൊക്കിനും അടിമയാ. ഷോയിലെ പെർഫോം ചെയ്യുമ്പോ ബെന്നിതായാലും ജെയ്ക്സ് വിജയ് വരാത്തോണ്ട് അപ്പൊ അടിയോ ജെയ്ക്സിന്റെ സൗണ്ടിൽ പാട്. രാക്ഷസനാടാ നീ കാണടാ വേണ്ട സ്റ്റേജിൽ വരും, ഇവിടെ വരുന്നില്ല. കൊത്താനടി ശൗര്യം മുട്ടുമടക്കാത്തൊരു വീരൂരം ചുമ്മാതെ എന്നാളും കണ്ടോടാ അടിമുടി ചോരന്മാരാ തോക്കിലേലും കയ്യൂക്കിൻ തന്റെ ഇടം കണ്ടോടാ ഉടനടി ഇട്ടോരാ കലാപക്കാര ഞങ്ങൾ വികാരമില്ല പൈകൾ കടാരകേറ്റും നോക്കാതിടമ്പലം ഈ ഒരു ഗതിയാ. എന്തായാലും നമ്മള് ലൈവായിട്ട് പെർഫോമൻസ് കണ്ടു. ഇപ്പൊ ലൈവായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് കാണാനാണ് ആഗ്രഹം. ആരെ കുറിച്ചാണ് ഞങ്ങൾ റാപ്പ് ചെയ്യേണ്ടത്? എന്നെ കുറിച്ച്. ഇത് പറയാനാണ് മനസ്സിലായി. അപ്പൊ റാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ എഡിജ ബീറ്റ് ബോക്സിംഗ് ചെറുതായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ റാപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ റിതം ആൻഡ് പോയട്രി എന്നാ പറയുന്നത്. അതായത് ഇതിനൊരു റിതം ഉണ്ട്, പിന്നെ കവിതയുണ്ട്, പിന്നെ വേർഡ് പ്ലേസ്, റെഫറൻസുകൾ, റൈം സ്കീംസ്. അതായത് എൻഡിന്റെ ഇപ്പൊ എന്റെ ഒരു പാട്ടുള്ള എൻഡ് സെലക്ട് ചെയ്താൽ അതൊക്കെ സെയിം പോലെ, അല്ലെങ്കിൽ എന്റെ സൗണ്ട് സെയിം പോലെ തോന്നിക്കണം. ഇപ്പൊ മസ്താനി എന്നാണെങ്കിൽ പേര് മസ്താനി, ആങ്കറിങ് ബെസ്റ്റാനി, വിചാരിക്കണത് എന്ത് കഷ്ടാണ്. അങ്ങനെ അപ്പൊ ആ റൈംസ് ഒപ്പിക്കലാണ് തോന്നണം. എഡിജക്ക് മസ്താനെ കുറിച്ച് എന്താ ബീറ്റ് ബോക്സ് ചെയ്യാൻ തോന്നുന്നു? റാപ്പ് പറഞ്ഞു എന്ത് കഷ്ടാണ്. ബീറ്റ് ബോക്സില് നേരത്തെ പഠിപ്പിച്ചല്ലേ ഒരു മസ്താനിയോട് നമ്മള് ലൂപ്പ് സ്റ്റേഷനിലിട്ട് ഡി ജെ ഒക്കെ എന്ത് തോന്നുന്നു? ഇപ്പൊ മസ്താനിയുടെ പേര് വെച്ചിട്ടേ വേണേ പറയാം. കഷ്ടാണ് മസ്താനി. ആദ്യം മസ്താനി പറയട്ടെ, പിന്നെ കഷ്ടാണ്. മസ്താനി 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 മസ്താടി മസ്താടി മസ്താനി പറ്റുമോ? എനിക്കൊരു ഇൻട്രോ ആയി. ഞാനിത് കട്ട് ചെയ്തിട്ട് സ്ലോ മോഷൻ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഇപ്പം റാപ്പ് സോങ്സ് അല്ലാണ്ട് നിങ്ങൾ നോർമലി സോങ്സ് ഒക്കെ പാടില്ലേ? അപ്പം ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയാം, അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സോങ്സ്. ഞങ്ങളുടെ സോങ്സ് ഉണ്ടെങ്കിൽ അത് നോ പ്രോബ്ലം. എല്ലാ സിറ്റുവേഷനിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രൊമോഷൻ. ഫസ്റ്റ് സിറ്റുവേഷൻ ഒരു ബോയ്സ് ഗാങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സോങ്. വാടാ നീ മുന്നിലേക്ക് നേരെ വായന്നിലേക്ക് ധൈര്യമുണ്ടേ മുട്ടടാ ഇല്ലേ ലോടടാ പിന്നിലേക്ക്. ഇന്നു തീയതി 15, നാളെ നിന്റെ 16, ഞങ്ങളുടെ പ്രായം 17, ഇനി അടവുകൾ ഉണ്ടത് 18. ഉണ്ടുമടക്ക മീശ വിരിക്ക് കൈപ്പത്തി കാട്ട് ഓതിര കടകം മുഴുവ കടകത്തിലൊഴിവ് പിന്നെ അശോകനും ലോക്കലിഡി വാങ്ങുന്നു അല്ലെങ്കിൽ കൂടെ പോരുന്നു. ഓക്കെ, സൂപ്പർ. അടുത്തത് ഒരു ഗേൾസ് ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബോയ്സ് ഗ്യാങ്ങിന് പാടി. ഞാൻ ഹെയ്നിമ എടുക്കട്ടെ. ഞാൻ എന്റെ ഹെയ്നിമ എടുക്കട്ടെ. എനിക്ക് പ്രേമിക്കാൻ ആരുമില്ല. എഡിയുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ്. എനിക്ക് പ്രേമിക്കാൻ ആരുമില്ല, ഇടപഴക്കം നീ നൽകുകില്ലേ, എനിക്ക് പ്രേമിച്ചു പരിചയമില്ല, എന്നാലും മാക്സിമം ശ്രമിക്കത്തില്ലേ. ഹേനിമ സ്വീറ്റ് നിമ നിൻമുഖ പടത്തിരി നിന്തു തെളിമ. ഹേനിമ സ്വീറ്റ് നിമ നീ വന്നു ചരണമെൻ സഹരിമ.
ഹേനിമ ഫുൾ പേരും അതൊരു ലവ് സോങ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അതിന് വേറൊരു POV കൂടിയുണ്ട്. അതായത് ഒരു സിനിമ സ്വപ്നം കാണുന്ന ഒരു ഡയറക്ടറോ ആക്ടറിന്റെയോ സ്വപ്നം കൂടിയാ ഹേനിമ സ്വീറ്റ് നീമ. അത് നമ്മള് സിനിമ എന്ന് പറയണത്. മേലെ മേനി താരങ്ങൾ എന്ന് പറഞ്ഞ സ്റ്റാർസ്. അപ്പൊ അങ്ങനെ ഒരു POV കൂടി ഉണ്ട്. മീൻസ് സിനിമയെ സ്വപ്നം കാണുന്ന, സിനിമയെ കാമുകനാക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവും കൂടി ഉണ്ട് ഹേനിമ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ലവ് സോങ് ആയിട്ട് എല്ലാരും ഒരു കുട്ടീനെ ഓക്കെ. നിങ്ങളിപ്പം നിങ്ങൾക്ക് തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ റാപ്പേഴ്സ് ആരൊക്കെയാണ്? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള റാപ്പേഴ്സ് ആക്ച്വലി എല്ലാ റാപ്പേഴ്സും കേൾക്കാറുണ്ട്. എല്ലാവരുടെ നല്ല ബന്ധത്തിലാണ്. അച്ചായ എന്നുള്ള ഒരു റാപ്പർ ഉണ്ട്. പുള്ളി പഴയ മലയാളം റാപ്പറാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെ റാപ്പ് ചെയ്യാറില്ല. അപ്പൊ ഞാനായിട്ട് പുള്ളിക്ക് നല്ല ആത്മബന്ധം, പുള്ളിനെ എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ട്രാക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ ലോകം മയക്കത്തിലോ എന്നുള്ള ട്രാക്ക് അച്ചായനായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കര ഗ്യാപ്പ് എടുത്തപ്പോ ഞാൻ തിരുവല്ലയിൽ പുള്ളിയുടെ വീട്ടിൽ പോയി പറഞ്ഞിട്ട് വിളിച്ചിറക്കി നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ട്രാക്ക് ലോകം മയക്കത്തിലോ. പിന്നെ തിരുമാലിയായിട്ട് നല്ല ബന്ധം. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഷോ ചെയ്ത് തിരുമാലിയായിട്ട് 7-8 ഷോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഡാപ്സി, വേടൻ അടിപൊളിയാണ്, ബേബി ജീൻ, സ്ട്രീറ്റ് അക്കാഡമിക്സ് എന്നുള്ള ഒരു ബാൻഡ്. പിന്നെ അങ്ങനെ എല്ലാ റാപ്പേഴ്സായിട്ട് നല്ല ബന്ധം. ഇപ്പൊ പേര് ചോദിച്ചപ്പോ എല്ലാരും ഇഷ്ടമാണ്. അല്ല എന്താന്ന് വെച്ചാലേ നമ്മളുടെ മലയാളം റാപ്പിന്റെ ഒരു ഗുണം ഞാൻ കണ്ടേക്കണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകളും യൂണീക്കാ. ഇപ്പൊ എന്റെ സോങ് പോലെ അല്ല ഡാപ്സിയുടെ, അതല്ല തിരുമാലിയുടെ, അങ്ങനത്തെ എൻ്റെ വ്യത്യാസമാണ് വേടന്റെ. എന്നാൽ ഈ ഫ്ലേവർ അല്ല ബേബി ജീന്റെ, MC കൂപ്പറിന്റെ വേറെയാണ്, സ്ട്രീറ്റ് അക്കാഡമിക്സിന്റെ വേറെയാണ്. അപ്പൊ എല്ലാവർക്കും ഓരോ ശൈലികളുണ്ട്. അപ്പൊ അങ്ങനെ യുണീക്ക് ആയിട്ടുള്ള ഇത്ര ആർട്ടിസ്റ്റുകൾ നമ്മുടെ മലയാളം ഹിപ്ഹോപ്പ് ഇൻഡസ്ട്രിയിൽ ഉള്ളത് തന്നെ നമ്മുടെ കൾച്ചറിനെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. കാരണം ഇപ്പൊ ഡാപ്സിനെ പോലെ കുറെ റാപ്പേഴ്സ് വന്നെന്ന് വെച്ചാൽ നമുക്ക് കാര്യമില്ല. കാരണം ഡാപ്സിൽ നിന്ന് കിട്ടുന്നത് തന്നെ മറ്റു റാപ്പേഴ്സ് കിട്ടിയിട്ട് കാര്യമില്ല, ഓഡിയൻസിനൊന്നുമില്ല. പക്ഷെ ഇത്രയും സാധനങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും നിൽക്കാനൊരു സ്പേസ് ഉണ്ട്. ഫെജോടെ പാട്ട് കേൾക്കണമെങ്കിൽ ഫെജോടെ തന്നെ പോകണം. എന്നാൽ അത് തിരുമാലിന്റെ അടുത്തുനിന്ന് കിട്ടൂല, വേറെ ആയിരിക്കും. ഡാപ്സിയുടെ അടുത്തുനിന്ന് വേറെ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം എത്തുക എന്നുള്ളതാണ് എല്ലാ കൾച്ചറിനും ഉപകാരപ്രദം. അപ്പൊ ഇവിടെ അങ്ങനെ വന്നത് തന്നെ നല്ലൊരു ഭാഗ്യം. കാരണം ആരും അനുകരിക്കുന്നില്ല. എല്ലാവർക്കും യൂണിക് ആയിട്ടുള്ള ഒരു വോയിസ് ഉണ്ട്, ലിറിക്സ് ശൈലിയുണ്ട്, ഫ്ലോ ഉണ്ട്. അപ്പൊ അതൊരു നല്ലൊരു കാര്യം.